നമ്മൾ ആദ്യമായിട്ട് യാതൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ യാത്രാ സംബന്ധമാകട്ടെ, അല്ലെങ്കിൽ ഭാഷാ സംബന്ധമാകട്ടെ, അല്ലെങ്കിൽ ബ്യൂറോക്രസി സംബന്ധമാകട്ടെ. അതും ജർമ്മനി പോലെ നമ്മുടെ ഭാഷയുമായി യാതൊരു സാമ്യമില്ലാത്തൊരു ഭാഷയുള്ള രാജ്യം കൂടി ആകുമ്പോഴത്തേനും നമുക്കൊരു പേടി കാണും, നമുക്കൊരു ആങ്സൈറ്റി കാണും, നമുക്ക് പല ബുദ്ധിമുട്ടുകൾ കാണും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പഠിക്കാൻ, അല്ലെങ്കിൽ ജോബിന് വരുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യമായി ജർമ്മനിയിൽ ലാൻഡ് ചെയ്ത് നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ആ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കേണ്ടതും അതുപോലെ അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വാട്ട് ടു ഡു ആഫ്റ്റർ അറൈവിംഗ് ഇൻ ജർമ്മനി എന്ന ഗൈഡൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാത്തിനും തുടക്കം എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. ജർമ്മനിയിൽ 5 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഫ്ലൈറ്റുകൾ ഉള്ളത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലോട്ടും അതുപോലെ തന്നെ മ്യൂണിക്കിലോട്ടുമാണ്. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ജർമ്മനിയിൽ വരുന്നത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ, അതും ഖത്തർ എയർവേസിനാണ്. ഞങ്ങൾ ഖത്തർ എയർവേസ് ചൂസ് ചെയ്തിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഫാസ്റ്റസ്റ്റ് കണക്ഷൻ തന്നെയാണ്. നമുക്ക് കിട്ടിയ സർവീസും അതുപോലെ ബാഗേജ് അലവൻസും വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഖത്തർ എയർവേസ് റെക്കമെൻഡ് ചെയ്യും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാട്ടിൽ പോകാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിൽ പോകാത്തത്. നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഖത്തർ എയർവേസിന് ഫ്ലൈ ഹോം എന്ന പ്രോഗ്രാം കൺസിഡർ ചെയ്യാവുന്നതാണ്. ഫ്ലൈ ഹോം എന്ന പ്രോമോ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മെയ് 31 മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 40 കിലോ വരെ ഫ്രീ ബാഗേജ് അലവൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളിപ്പം ഏപ്രിൽ 30 മുന്നേ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവർ ഗ്യാരണ്ടീഡ് ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഓഫറിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ടുള്ള ലിങ്കും അതുപോലെ ബുക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കയറി നോക്കുക. ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജർമ്മനിയിലെ സെക്കൻഡ് വേവ് ഓഫ് കൊറോണ മാറി തേർഡ് വേവിലേക്കുള്ള ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഞങ്ങൾ നിലവിലെ നിയമങ്ങളൊന്നും എടുത്ത് പറയാത്തത് ഇവിടെ ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയോടാണ് നിയമങ്ങൾ മാറുന്നത്. നിങ്ങൾ വരുന്ന സമയത്ത് എന്താണ് ഇപ്പോഴത്തെ നിലവിലെ നിയമം എന്ന് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യുക. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കയറി നോക്കുക. നിങ്ങളങ്ങനെ എയർപോർട്ടിലെത്തി അങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്തു. അപ്പോൾ ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാൻ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. അതല്ലാത്തവർക്കാണെങ്കിൽ എയർപോർട്ട് വൈഫൈ സർവീസസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോണുമായിട്ട് വൈഫൈ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നാട്ടിൽ വിളിച്ചു പറയാം നിങ്ങൾ ഇവിടെ എത്തി എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇനിയും പറയാൻ പോകുന്നത് നിങ്ങൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്ക് പല രീതിയിൽ പോകാം. കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വന്ന് ഇറങ്ങുന്ന ടെർമിനൽ 1-ലാണ്. അപ്പോൾ ഈ അറൈവൽ ഹോൾ 3 സോണുകളായിട്ട് തിരിച്ചേക്കുക, A, B, C. അപ്പോൾ നിങ്ങൾക്ക് ടാക്സി എടുത്താണ് നിങ്ങൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിയുടെ സിമ്പിൾ കാണാനായിട്ട് പറ്റും. ആ സിമ്പിൾ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങൾ ടാക്സി എല്ലാം ഇട്ടേക്കുന്ന ഒരു സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ടാക്സി എടുത്ത് പോകാം. പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം സ്റ്റുട്ട്ഗാർട്ടിലേക്കോ അല്ലെങ്കിൽ കൊളോണിലേക്കൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ബസ് എടുത്ത് പോകാനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ഡിസ്റ്റൻസ് കോച്ചസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ആ ഒരു ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബസ്സസ് എല്ലാം കിടക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ റേറ്റ് കുറച്ച് കുറവായിരിക്കും. അതല്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ അപ്പം അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതുപോലെ ഇവിടെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളത് ട്രെയിനാണ്. അപ്പം ഇവിടെ എയർപോർട്ടിൽ 2 ട്രെയിൻ സ്റ്റേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റീജിയണൽ ട്രെയിനും അതായത് S-Bahn, രണ്ടെന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ അതായത് ICE. അപ്പോൾ നിങ്ങൾ അറൈവലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത് ട്രെയിൻ സ്റ്റേഷൻസ് എന്ന് പറഞ്ഞായിരിക്കും. ഈ സിമ്പിൾ ഫോളോ ചെയ്ത് പോവുക. ഈ പോയിന്റിൽ വരുമ്പോഴത്തേനാണ് നമുക്ക് കാണാൻ പറ്റുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ S-Bahn-ഉം ഉണ്ടെന്നുള്ള കാര്യം. ഫ്രാങ്ക്ഫർട്ട് സിറ്റിയിലേക്ക് പോകാനായിട്ട് നമുക്ക് 5 യൂറോ ആണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെൻഡിങ് മെഷീനിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും. അതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഉള്ളത് ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ആണ്. അപ്പോൾ നമുക്കിനിയും ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുള്ള ടെർമിനലിലേക്ക് പോകാം.
നമ്മളങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൻ്റെ സിമ്പിൾ ഫോളോ ചെയ്ത് ഇന്ത്യ സിറ്റി എക്സ്പ്രസ് ആയ ICയുടെ ടെർമിനലിൽ വന്നു. ഇവിടെ എല്ലാ ട്രെയിൻസും ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോയ്ച്ചെ ബാൻ ആണ്, അതായത് ജർമ്മൻ റെയിൽവേസ്. അപ്പോൾ ഇവിടെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെയിൽ ആൻഡ് ഫ്ലൈ ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾ നാട്ടിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ റെയിൽ ആൻഡ് ഫ്ലൈ ഓപ്ഷൻ ഉപയോഗിച്ച് IC ട്രെയിൻ ടിക്കറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വന്ന ആ ദിവസം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഏത് ട്രെയിൻ വേണമെങ്കിലും യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ആഹനിലേക്ക് പോകണമെങ്കിൽ IC വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ബാ. നമുക്ക് പോകേണ്ട ട്രെയിൻ വരുന്നുണ്ട്. ഈ ട്രെയിൻ എടുത്താണ് നമ്മൾ ആഹനിലേക്ക് പോകുന്നത്. അപ്പോൾ ശേഷം കാര്യങ്ങളെല്ലാം ട്രെയിനകത്ത് കയറിയിട്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിനകത്ത് കയറി. അപ്പം നിങ്ങൾക്ക് എയർപോർട്ടിൽ വൈഫൈ യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിലും വൈഫൈ സർവീസസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലോട്ടൊക്കെ വിളിക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ജർമ്മനിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആഴ്ച താമസിക്കാൻ വേണ്ടിയുള്ള അക്കോമഡേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന കുറച്ച് വെബ്സൈറ്റുകളായ ഇമ്മോബിലിയൻ സ്കൗട്ട്, ഇമ്മോ വെൽറ്റ് അല്ലെങ്കിൽ വേഗ ഗസൂക്റ്റ് എന്നീ വെബ്സൈറ്റുകളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചിലപ്പം നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കാൻ വരുന്ന സ്ഥലത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള കുറച്ച് സ്റ്റുഡൻറ്റ് യൂണിയൻ, അതായത് സ്റ്റുഡൻറ്റ് ആൻഡ് വർക്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് നടത്തുന്ന കുറച്ച് ഡോർമെട്രീസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അക്കോമഡേഷൻ നോക്കാവുന്നതാണ്. ഇൻ കേസ് ഇപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അക്കോമഡേഷൻ ഒന്നും ശരിയായില്ല, അപ്പോൾ നിങ്ങൾക്കൊരു ടെമ്പററി അക്കോമഡേഷന് വേണ്ടി നിങ്ങൾക്ക് Airbnb നോക്കാവുന്നതാണ്. ഇനിയിപ്പം നമുക്ക് ഒരു സ്റ്റോപ്പും കൂടെ ഉള്ള ആഹൻ എത്താനായിട്ട്. അപ്പം ഈ സമയം കൊണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. നാളെ രാവിലെ നമുക്ക് ഐശ്വര്യമായിട്ട് സിറ്റി രജിസ്ട്രേഷനും തുടങ്ങാം. പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അൺമെൽഡിംഗ് ആണ്, അതായത് സിറ്റി രജിസ്ട്രേഷൻ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വരേണ്ടത് നിങ്ങൾ താമസിക്കുന്ന സിറ്റിയിലെ സിറ്റിസൺസ് ഓഫീസിലാണ്. ജർമ്മനിൽ അതിനെ പറയുന്നത് ബർഗറാംറ്റ് എന്നാണ്. അപ്പം നിങ്ങളൊരു സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോ അനുസരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്താൽ മതി. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് അവർ ഒരു പ്രയർ അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ ചെല്ലാനായിട്ട്. അതിനായിട്ട് നിങ്ങളുടെ സിറ്റിയിലെ സിറ്റിസൺസ് ഓഫീസിലെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവരെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൊണ്ട് ചെല്ലണം ഈ അൺമെൽഡിങ്ങിന് വേണ്ടി. അപ്പം അതിനായിട്ട് ആദ്യം വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടത് വോനുങ്സ്ഗേബർ ബെസ്റ്റേറ്റിഗും. ആ ഡോക്യുമെൻ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ ലാൻഡ് ലോഡിൽ നിന്നും അത് സൈൻ ചെയ്ത് വേണം നിങ്ങൾ അതുകൊണ്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളിപ്പോൾ വന്നേക്കുന്നത് എൻട്രി വിസയിലാണ്. അപ്പോൾ ആ എൻട്രി വിസ മാറ്റി നിങ്ങൾ ഇവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ആക്കാൻ വേണ്ടി ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ നമ്മളെപ്പോലുള്ള ഫോറിനേഴ്സിൻ്റെ വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഔസ്ലൻഡറാംറ്റ്, അതായത് ഫോറിനേഴ്സ് ഓഫീസ്. അപ്പം നിങ്ങൾ അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് കിട്ടാനായിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പല സിറ്റിയിലും പല രീതിയിലാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോൾ ആഹനിലെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഔസ്ലൻഡറാംറ്റിൽ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്കൊരു മെയിൽ അയക്കണം. അപ്പോൾ അവർ റിപ്ലൈ ചെയ്യും, നമുക്കൊരു ടെർമിന്, അതായത് ഒരു അപ്പോയിൻമെൻറ്റ് വെച്ച് ഒരു മെയിൽ അവർ നമുക്ക് അയക്കും. അപ്പോൾ നമ്മൾ ആ ദിവസം നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാമായിട്ട് ചെന്ന് വേണം റെസിഡൻസ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ആ റെസ്പെക്റ്റീവ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജോബിനൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരിവിടെ വന്നിട്ടൊരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ മെയിൻലി 2 രീതിയിലുള്ള ബാങ്കുകളുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബാങ്കുകൾ, അതായത് ഇപ്പോൾ ഡോയ്ച്ചെ ബാങ്ക് അല്ലെങ്കിൽ സ്പാർക്കാസ്, പോസ്റ്റ് ബാങ്ക്, ഇതൊക്കെ ട്രഡീഷണൽ ബാങ്കുകളാണ്. അല്ലാതെ ഓൺലൈൻ ബാങ്ക്സും ഉണ്ട്. ഇപ്പോൾ N26 എന്ന് പറയുന്നത് ഓൺലൈൻ ബാങ്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ആപ്ലിക്കേഷൻ ഫോം. അത് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഏജൻറ്റ് നമ്മളെ സഹായിക്കും അത് ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളുടെ പാസ്പോർട്ട്, പിന്നെ ആ സമയത്ത് വാലിഡ് വിസ, പിന്നെ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഇൻകം, ജോബിന് വേണ്ടിയാണ് വന്ന് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജോബ് കോൺട്രാക്റ്റ് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പം ആ അക്കൗണ്ടിന് വേണ്ടിയുള്ള ഇനീഷ്യൽ ഡെപ്പോസിറ്റും കൂടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം.
നിങ്ങളിവിടെ വന്നൊന്ന് സെറ്റിൽ ആവുന്നിടം വരെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് എടുത്ത് റോമിംഗ് പ്ലാൻ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു സിം എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നിങ്ങൾക്ക് സിം എടുക്കാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് യാതൊരു പ്രയാസവും കൂടാതെ നിങ്ങൾക്കൊരു പ്രീപെയ്ഡ് സിം എടുക്കാനായിട്ട് പറ്റും. അതല്ല, നിങ്ങൾക്കൊരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ട് ബേസിസിൽ നിങ്ങൾക്ക് സിം എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് പ്രീപെയ്ഡ് സിം കാർഡ്സ് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടുത്തെ കിയോസ്കിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ലൈക്ക, ലെബാറ അങ്ങനെയൊക്കെയാണ് കുറച്ച് പ്രീപെയ്ഡ് സിം കാർഡ്സിൻ്റെ പേര്. ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് ആ ഒരു ലോക്കൽ കോൾസൊക്കെ വിളിക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അത് അഡീഷണലി ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതേ സമയത്ത് നിങ്ങൾക്കൊരു ജർമ്മൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺട്രാക്ട് ബേസിസിൽ ഇവിടെ സിം കാർഡ് മേടിക്കാനായിട്ട് പറ്റും. അപ്പം അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചാണ്. ഇത്ര അൺലിമിറ്റഡ് കോൾസ്, ഇത്ര ഡാറ്റ വോളിയം, ഇത്ര SMS എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്കൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺട്രാക്ട് ബേസിൽ 12 മാസം അല്ലെങ്കിൽ 24 മാസമൊക്കെ ഒരു കോൺട്രാക്ട് ബേസിസിൽ സിം കാർഡ് കിട്ടും. നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോബിൽ വന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പൽസറി ആണ്. 2 രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ഇവിടെ, പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രോസ് ഇൻകം 59,400 യൂറോക്കാളും താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാവുന്നതാണ്. അപ്പം അതിനകത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നിക്കൽ ക്രാങ്കൻകാസ എന്ന് പറയുന്ന TK ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ കെയറും നമുക്ക് ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ അടിയിൽ വരുന്നതാണ്. അഡീഷണലി എന്തെങ്കിലും വേണമെങ്കിൽ മാത്രം നമ്മൾ പേ ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, അതായത് യൂട്ടിലിറ്റി കണക്ഷൻ. യൂട്ടിലിറ്റീസിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി, വാട്ടർ, ഗ്യാസ്, പിന്നെ ഇൻ്റർനെറ്റ്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വീടിൻ്റെ റെൻറ്റ് അടയ്ക്കുന്ന കൂടെ തന്നെ വാട്ടറിൻ്റെ ബില്ല് കൂടി പേ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളിടത്താണെങ്കിൽ നിങ്ങൾ വീടെടുക്കുന്ന സമയത്ത് തന്നെ ലാൻഡ് ലോഡുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയും അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതിനെല്ലാം ഒരു ഓൾ ഇൻ വൺ സൊല്യൂഷനാണ് check24.de എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഒരു പ്രൈസ് കമ്പാരിസൺ വെബ്സൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എല്ലാത്തിൻ്റെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണക്ഷൻസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ പറ്റും. നിങ്ങൾ വേറെ ഒരു ഓഫീസൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ പോസ്റ്റ് ബോക്സിലും അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിൻ്റെ മെയിൻ ഡോറിലും നിങ്ങളുടെ പേര് എഴുതി വെക്കാനായിട്ട് നിങ്ങൾ ഓർക്കണം. കാരണം നിങ്ങൾക്ക് അത് കഴിയുമ്പോഴത്തേന് കുറേ പോസ്റ്റുകളും ലെറ്റേഴ്സും ഒക്കെ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ലെറ്ററാണ് ARD ISRFിൻ്റെ ഒരു ലെറ്റർ. അപ്പോൾ അത് വന്നു കഴിയുമ്പോഴത്തേനും നിങ്ങൾ സ്പാം ആണെന്നൊന്നും കരുതിയത് കളയരുത്. കാരണം അത് നിങ്ങൾ ഇവിടുത്തെ ഹൗസ് ഹോൾഡ് ആയി കഴിയുമ്പോഴത്തേന് ഇവിടുത്തെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഫീ നിങ്ങൾ പേ ചെയ്യണം. അത് 17 യൂറോ ആണ് പേ ചെയ്യേണ്ടത് ഒരു ഹൗസ് ഹോൾഡിന്. എല്ലാവരും ഇവിടെ പേ ചെയ്യേണ്ടതാണ്, ഈവൻ ദോ നിങ്ങൾ TVയോ അല്ലെങ്കിൽ റേഡിയോയോ ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്തിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇനിയും കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ജർമ്മനിക്ക് ആരെങ്കിലും വരാനായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.